തീയാക്കി വിട്ടതാണ്. തീയായി തന്നെ പോകണം. എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. അത്രയും എനിക്ക് നന്ദി പറയണം. എന്നിട്ട് നടന്നോളും എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ സയൻസിന് പോലും എനിക്കൊരു ആൻസർ തരാൻ പറ്റാത്തൊരു സമയമാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇത് മതത്തിന് അതീതമാണ്, ആചാരത്തിനും അതീതമാണ്. പ്രാണവായു മെഡിറ്റേഷൻ മതത്തിൽ ഒതുങ്ങുന്നതല്ല. ഇസ്ലാമിലേക്ക് വന്നാൽ ഹക്കീക്കത്ത് മാരിഫത്ത് സാധാരണക്കാരൻ ചിന്തിക്കാനും പറ്റില്ല. അത്രയ്ക്ക് ഉന്നതമായ യൂണിവേഴ്സുമായിട്ട് ഇടപെടുന്ന തലം. ഗീതയിലേക്ക് വന്നാലോ പരാശക്തി, പരബ്രഹ്മം, ഗുണാതീതം, രൂപത്തിനും ഭാവത്തിനും അതീതമായ ബോധത്തിന്റെ തലം. ബൈബിളിലേക്ക് വന്നാലോ കറതീർന്ന വിശ്വാസം, അത് ഈ നിമിഷമാണ്. ബുദ്ധമതത്തിലേക്ക് വന്നാലോ പ്രാണന്റെ അവസാന തട്ട്, ശുദ്ധീകരിച്ച് അവസാന തട്ട്. മാസ്റ്റർ ഒരിക്കലും അറിയില്ല. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ശിഷ്യരും അല്ലെങ്കിൽ സ്റ്റുഡൻസും അങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓണത്തിന് എന്താ സ്പെഷ്യൽ ചോദിച്ചില്ലേ? ഈ ഓണത്തിന് എനിക്ക് ഇന്ന് ഇവിടെ വന്നിട്ട് മാസ്റ്റർ എടുത്ത് കാണുന്നതും ബ്ലെസ്സിങ് മേടിക്കുന്നതും ഞാൻ 24-ലാണ് ഗ്രാജുവേറ്റ് ആവുന്നത്. അവിടുന്ന് നേരെ ഞാൻ UK-ലേക്കാണ് പോയത്. എനിക്ക് അവിടെ രജിസ്ട്രേഷനും ഉണ്ട്. അതും ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട്. നിങ്ങളാണ് നിങ്ങളുടെ നിലനിൽപ്പിന്റെ അവസാന സൂത്രവാക്യം. നിങ്ങളുടെ ബോധം തീയാണോ? ഒരു ശക്തിക്ക് നിങ്ങളെ തൊടാൻ പറ്റൂല. നിങ്ങളായിരിക്കും ഈ പ്രപഞ്ചത്തിന്റെ രാജാവും രാജ്ഞിയും ഒക്കെ. എനിക്കാവുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ആകും എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരേ ഒരു ഗുരുവേ ഉള്ളൂ, അത് അഷ്റഫ് മാസ്റ്റർ. നമുക്ക് കിട്ടുന്ന ദീക്ഷയുടെ റിസൾട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പലരും പറഞ്ഞ പോലെ ഓരോ മൊമെന്റും നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എക്സ്പീരിയൻസ് പറയാന്ന് പറഞ്ഞാൽ നമ്മളത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഫീൽ ഗുഡ് എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്.